പാലക്കാട് കൊടുമ്പിലെ ഊരുവിലക്കിൽ ആരോപണ വിധേയനായ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ ജില്ലാ നേതൃത്വം നടപടിയെടുക്കുന്നുവെന്ന് വാർത്ത വരുന്നു. നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ഊരുവിലക്കിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു കുടുംബം. ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് നമ്മൾ ഇത് സംബന്ധിച്ച വാർത്ത നൽകിയത്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. കാരണം ഏറ്റവും പുരോഗമനമൊക്കെ പറയുന്ന CPM-നുള്ളിൽ തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും തമ്മിലുള്ള ഒരു തർക്കം, അതിനൊരു ഊരുവിലക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു നിയമമാണ്. ഊരുവിലക്ക് പാലക്കാടിൻ്റെ പല മേഖലകളിലും വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. നിലവിലൊന്നും എവിടെയും നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു കുടുംബത്തിനെതിരെ ബ്രാഞ്ച് സെക്രട്ടറിക്കും മകനുമെതിരെ ഒരു വ്യാജ പരാതി ഉന്നയിക്കുന്നു. ആ പരാതിയിന്മേൽ അവരെ ഊരുവിലക്കുന്നു. ഊരുവിലക്ക് പിൻവലിക്കാൻ തെറ്റുപണമായി 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു. പിന്നീട് അവരുടെ സഹായ മനസ്കത കൊണ്ട് അത് 50,000 ആക്കി ചുരുക്കി കൊടുക്കുന്നു. അതൊക്കെയാണ് സംഭവിച്ചത്. എന്തായാലും ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ നടപടികൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. CPM അദ്ദേഹത്തെ ഇപ്പോൾ ഈ ഊരുവിലക്കിന് നേതൃത്വം നൽകിയിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ 1 മാസത്തെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരാൾക്ക് ചുമതലയും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ നേതൃത്വം ഇടപെടുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചതോടുകൂടിയാണ് പ്രാദേശിക നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു, മറ്റൊരാൾക്ക് ചുമതല നൽകിയിരിക്കുന്നു എന്നുള്ളത് ആശാവഹമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയാണ് വേണ്ടത്. അതായത് പാർട്ടി തലത്തിലുള്ള നടപടിയും ആ കുടുംബത്തിന് മാനഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടിയും വേണം. കാരണം അവരോട് ക്ഷേത്രത്തിൽ പ്രവേശിക്കരുത്, നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ചാണകം തളിച്ച് ശുദ്ധികലശം നടത്തേണ്ടി വരും, വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കരുത്, ആളുകൾ ഒത്തുചേരുന്ന സമുദായത്തിലെ ആളുകൾ ഒത്തുചേരുന്ന മറ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്നൊക്കെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. അതൊക്കെ പുതിയ കാലത്ത് 2024 നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് അവർ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയെ കണ്ടിരുന്നു. ഇന്നലെ കോടതി മുഖാന്തരം നീങ്ങാനുള്ള നടപടികളും ആ കുടുംബം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. താങ്ക് യു നിഖിൽ.